ഇന്ന് കേരളം കേട്ട വാർത്ത ഇങ്ങനെയായിരുന്നു. കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ അതിക്രൂരമായി കൊലപ്പെടുത്തി. കൊല്ലം കലയനാടാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. പുനലൂരിനടുത്താണ് ഈ സ്ഥലമുള്ളത്. കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഏറെക്കാലമായി ഭാര്യയും ഭർത്താവും തമ്മിൽ അകന്നു കഴിയുകയായിരുന്നു. പിന്നീട് പ്രശ്നം പരിഹരിച്ചു. ഇരുവരും വീട്ടിലെത്തുന്നു. ഈ കുട്ടികൾക്ക് 2 കുട്ടികളുണ്ട്. അതിൽ മൂത്ത കുട്ടിക്ക് അർബുദ രോഗമാണ്. ആ കുട്ടിക്കടക്കം മരുന്നും മറ്റു കാര്യങ്ങളൊക്കെ എത്തിച്ചത് മരിച്ച ശാലിനിയായിരുന്നു. കൊലപ്പെടുത്തിയത് ഭർത്താവ് ഐസക്കുമായിരുന്നു. ഇവരുടെ കൊലപ്പെടുത്താനുള്ള കാരണമായിട്ട് ഐസക്ക് ഇത് സമൂഹ മാധ്യമങ്ങളിൽ കൊലപ്പെടുത്തിയ ശേഷം ഈ കാര്യങ്ങളെല്ലാം എന്തിനു കൊലപ്പെടുത്തി എന്നുള്ള കാര്യങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞതിന് ശേഷം പോസ്റ്റ് ഇട്ടതിന് ശേഷം പുനലൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയും ചെയ്തു. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലപ്പെട്ട ശാലിനിയുടെ വീട്ടിലാണ്. ഈ വീട്ടിൽ വെച്ചിട്ടാണ് ശാലിനിയെ കൊലപ്പെടുത്തിയത്. ഈ സമയത്ത് ആശുപത്രിയിലടക്കം എത്തിക്കാനുണ്ടായ ഒരു പ്രദേശവാസിയാണ് ഇപ്പോൾ നമ്മളോട് ചേർന്ന്. ചേട്ടാ, എന്താ സംഭവിച്ചത്? ഇവർ കുടുംബമായിട്ട് എങ്ങനെയാണ്? ഇവർ കുടുംബമായിട്ട് കുറച്ച് വിവാഹം സ്നേഹിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു. അതിനുശേഷം ഇദ്ദേഹം കുടുംബത്തിൻ്റെ കൂടുതൽ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്ന കാര്യത്തിൽ വിമുഖത കക്ഷിക്കുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കൊച്ചു ചില പണികൾക്കൊക്കെ പോവുകയും അതിൻ്റെ പേരിൽ ഒരു സംശയരോഗിയായ ഇദ്ദേഹം നിരന്തരം ഈ കുട്ടിയുമായിട്ട് വഴക്കുകളുണ്ടായിരുന്നു, ശാലിനിയുമായിട്ട്. അങ്ങനെ ഈ വഴക്ക് മൂർത്തിച്ച ഒരു ഘട്ടത്തിൽ ശാലിനി തന്നെ പുനലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കുടുംബം തകർന്നു പോകാതിരിക്കാൻ പോലീസ് ഒരു നീക്കുപോക്ക നിലയിൽ ഡെയിലി വന്ന് ഒപ്പിടണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒന്നിപ്പിച്ച് സമ്മതിപ്പിച്ച് വിട്ടതുമാണ്. അപ്പോൾ അന്നേരം തന്നെ ഈ പ്രദേശത്തവൻ ഞാൻ അവളെയും കൊല്ലും, സ്വയമായിട്ടും ചാവുമെന്ന് ഒരു ഭീഷണി അവൻ മുടക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ശാലിനിക്ക് ചില പേടി ഈ ഭർത്താവുമായിട്ടുണ്ടായിരുന്നു. അതിൽ തൊട്ട് അപ്പുറത്തുള്ള അമ്മയുടെ വീട്ടിലാണ് സന്ധ്യകാലങ്ങളിൽ ശാലിനി ഉറങ്ങാറുള്ളത്. അപ്പം മൂത്ത മകൻ ക്യാൻസർ പേഷ്യൻ്റ് ആയതുകൊണ്ട് 3 മാസത്തിലൊരിക്കൽ ചികിത്സയ്ക്ക് ഈ ഉള്ള മരുന്നിന് ഉള്ള പൈസ ഈ കൊച്ച് വീടുകളിലൊക്കെ പോയി പണി ചെയ്ത് ആണ് കൊണ്ടുവന്ന് ഈ കൊച്ചിനെ വളർത്തിക്കൊണ്ടിരുന്നത്. ഇയാളെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 ആൺകുട്ടികളാണ് ശാലിനിക്കുള്ളത്. ഇപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്നും രാവിലെ 5 മണിയാകുമ്പോഴേ സ്വന്തം വീട്ടിൽ വന്ന് വീട് തുറന്ന് വീട് വൃത്തിയാക്കി ഈ മക്കൾക്കും അച്ഛനും ഉള്ള ആഹാരം പാചകം ചെയ്തതിന് ശേഷമാണ് ഇത് ജോലിക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു ക്രമത്തിൽ ഇന്നും രാവിലെ വരുമ്പോൾ ഈ രാവിലെ വരുന്ന സമയത്ത് വീട്ടിൽ ചില ഭർത്താവും ഭാര്യയും തമ്മിലുള്ള വാക്കുതർക്കം ഉണ്ടായതുകൊണ്ട് ഇന്ന് നടന്ന സംഭവം അതായിരിക്കുമെന്നും പറഞ്ഞ് അപ്പുറത്ത് താമസിച്ചിരുന്ന വീട്ടുകാരും ഇത് കാര്യമായി എടുത്തില്ല. പക്ഷേ ശബ്ദം ഉച്ചത്തിലാക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അങ്ങനെയാണ് നാട്ടുകാരെല്ലാം ഞങ്ങളെല്ലാം കൂടി എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ ഇവിടെ വാഹനം കിട്ടുന്ന കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് ആശുപത്രി കൊണ്ട് ചെല്ലുമ്പോൾ രക്തം കംപ്ലീറ്റ് വാർന്ന് മരണപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ ഇന്നത്തെ ഈ സംഭവം ഈ പ്രതി ഐസക് എന്ന് പറയുന്ന ആൾ സമൂഹത്തിൽ ഒരു ഉപദ്രവകാരിയല്ല, മദ്യപിക്കത്തില്ല, സിഗരറ്റ് വലിക്കത്തില്ല, സമൂഹത്തിന് എല്ലാം നല്ല കാര്യങ്ങളാണ്. പക്ഷേ സ്വന്തം വീട്ടിൽ ഇന്ന് അവൻ പ്ലാൻ ചെയ്ത് കാരണം ഈ കൊച്ചു വരുന്നതിന് മുമ്പേ ഇവ എന്നും ടാപ്പിങ്ങിന് പോകുന്നവനായിരുന്നു. ഇന്ന് പക്ഷേ ടാപ്പിങ്ങിന് പോകാതെ അവൻ ഈ കൊച്ചു വരുന്നത് നോക്കിയിരുന്നു കൊച്ചിനെ കരുതിക്കൂട്ടി ആക്രമിക്കുകയായിരുന്നു അവൻ്റെ ഉദ്ദേശം. അതിന് ശേഷം ദൃശ്യമാധ്യമങ്ങളിൽ അവൻ്റെ ചെയ്തത് ന്യായീകരിക്കുവാൻ വേണ്ടി ചില അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതി ഉണ്ടായിട്ടുണ്ട്. കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകം തന്നെയായിരുന്നു. അതായത് ശാലിനി വന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞു. അതിനുശേഷം ഈ വീടിൻ്റെ അങ്ങേ വശത്ത് വെച്ച് ശാലിനിയെ കയ്യിൽ കരുതിയ കത്തി വെച്ച് കുത്തിയും വെട്ടിയും കൊലപ്പെടുത്തുകയായിരുന്നു. ശേഷം ബഹളം കേട്ടെത്തിയ നാട്ടുകാരാണ് ശാലിനിയെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഈ പ്രദേശത്തു നിന്ന് പോയ ഐസക്ക് തനിക്കുണ്ടായ അല്ലെങ്കിൽ എന്തിനു കൊലപ്പെടുത്തി എന്ന് പറയുന്നതെല്ലാം തന്നെ ഫേസ്ബുക്കിൽ ലൈവായി പറയുകയും പിന്നീട് പുനലൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയുമായിരുന്നു ചെയ്തത്. പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യുകയാണ്. ഈ വീട്ടിൽ നിന്ന് കുട്ടികളുൾപ്പെടെ ശാലിനിയുടെ വീട്ടിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കുടുംബ പ്രശ്നത്തെ തുടർന്നുണ്ടായ ഒരു കൊലപാതകമാണ് കൊല്ലം പുനലൂരിൽ ഉണ്ടായിരിക്കുന്നത്. പ്രതി ഐസക്കിനെ പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് എസ് അബൂതാഹിറിന് പുറപ്പെട്ട ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.